മോർണിംഗ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ ട്രീ എന്താണെന്നും ഡിസിഷൻ ട്രീ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ഡാറ്റ സെറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഡിസിഷൻ ട്രീയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റാൻഡം ആയിട്ട് ഫസ്റ്റ് ആട്രിബ്യൂട്ട് എടുത്തു, അതിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷേ അതിന് ചില പ്രൊസീജിയറുകളുണ്ട്. ഏത് ഫീച്ചർ ആണ് സെലക്ട് ചെയ്യുന്നത്, ഈ കാര്യത്തെ കുറിച്ച് ഒരു പ്രത്യേക മെത്തേഡ്സുകളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ് us go to അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാം ബൈ യൂസിങ് സം ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പൊ അതിന് വേണ്ട ഓരോ കാര്യങ്ങളുമാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, എലിമെന്റ്സ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ ട്രീ. Nodes in a classification tree are identified by the feature names of the given data. ഉദാഹരണത്തിന് നമുക്കൊരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു ഡിസിഷൻ ട്രീ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിഷൻ ട്രീ ആണ്. ഈ ഡിസിഷൻ ട്രീയിലെ ഓരോ നോഡുകൾ എടുക്കുക. ഈ നോഡിൽ എന്താണ്, ഇതിനകത്ത് ഏത് ഫീച്ചർ ആണ് ഡിസിഷൻ ട്രീയിൽ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഗീവ്സ് ബർത്ത് എന്ന് പറയുന്ന ഫീച്ചർ ആണ് ഈ നോഡിനകത്ത്. നമ്മൾ ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നോഡിനെ അല്ലെങ്കിൽ ഈ നോഡിനകത്തുള്ള ഡാറ്റ സെറ്റിനെ ക്ലാസിഫൈ ചെയ്തത്. അതായത് ഗീവ്സ് ബർത്തിന്റെ വാല്യൂ ഇപ്പൊ ടേബിൾ 8.1 എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 10 എക്സാമ്പിൾസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ്. അതിനെ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ എസ് വരുന്ന ഒരു സബ് ടേബിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തു. 8.2 ടേബിൾ 8.3 എന്ന് പറഞ്ഞ എന്താണ്, ഗീവ്സ് ബർത്തിന്റെ വാല്യൂ നോ വരുന്ന ഇത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഓരോ നോഡിന്റെയും വാല്യൂസ്, അതായത് ഓരോ നോഡിനകത്തും എന്താണ് ആട്രിബ്യൂട്ട് വാല്യൂസ് ആണ് കാണുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇനി ബ്രാഞ്ചസ് ഇൻ എ ട്രീ ആർ ഐഡന്റിഫൈഡ് ബൈ ദ വാല്യൂസ് ഓഫ് ഫീച്ചേഴ്സ്. അപ്പൊ ഇതിനകത്ത് നോക്കുക, ഇതിനകത്ത് ബ്രാഞ്ചസ്, ഈ ട്രീയുടെ ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂസ് ഓഫ് ദ ഫീച്ചർ ഗീവ്സ് ബർത്ത്. യെസ്, ഇവിടെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഫീച്ചർ ഗീവ്സ് ബർത്ത് ഇൻ ദിസ് പർട്ടിക്കുലർ തിങ്? നോ. അതാണ് അതിന്റെ ഇത് പറയുന്നത്. Branches in the tree are identified by the values of the features. The leaf nodes are identified by the class labels. അപ്പോൾ നമ്മൾ ഈ ഡിസിഷൻ ട്രീയുടെ ലീഫ് നോഡ് എടുത്ത് നോക്കിയോ, ലീഫ് നോഡിൽ എന്താണ്, അതൊരു എലിപ്റ്റിക്കൽ സ്ട്രക്ചറിലാണ് പറയുന്നത്. ദിസ് ഈസ് ദി ഫിഷ് എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ ലീഫ് നോഡ് ഓഫ് എ ഡിസിഷൻ ട്രീ റെപ്രസെന്റ്സ് ക്ലാസ് ലേബൽസ്. ഇതിനകത്ത് ഈ കേസിൽ ഫിഷ്, ബേർഡ്, മാമൽ, അഗൈൻ ഫിഷ്, amphibian, bird, reptile. So these are all what actually called as class labels. അപ്പോൾ leaf node of a decision tree are identified by the class labels. ഇനി അടുത്തത് feature selection in classification tree. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ട്രീ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഫീച്ചർ ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഫീച്ചർ ആണ്, റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ഫീച്ചറിന്റെ വാല്യൂ ടേബിൾ 8.1 ആണിത്. ഈ ടേബിൾ 8.1 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്തിന്റെ ബേസിലാണ്? ഫസ്റ്റ് ഫീച്ചറിന്റെ വാല്യൂവിന്റെ ബേസിൽ. യെസ് ഉള്ളത് ഒരു സബ് ടേബിൾ 8.1 എന്നും നോ ഫീച്ചർ വാല്യൂ വരുന്നത് ടേബിൾ 8.2 എന്നും ഡിവൈഡ് ചെയ്തു. 8.2 8.3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഫീച്ചർ സെലക്ട്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സെലക്ട് ചെയ്ത ഫീച്ചർ എന്താണ്, ഫീച്ചർ റാൻഡം ആയിട്ട് ഫസ്റ്റ് ഫീച്ചർ ആണ് നടത്തിയത്. അപ്പോൾ നമ്മൾ there is no specific order in which features are selected in a classification tree. അതായത് ഫസ്റ്റ് ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഫീച്ചർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ ഫീച്ചറും നമുക്ക് എടുക്കാം. ബട്ട് if the order of the feature selected for classification changes, the tree will also change. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഫീച്ചർ ആണ് എടുത്തത്. അതിന് പകരം ഞാൻ ആദ്യം അക്വാറ്റിക് ആനിമൽ എന്ന് പറഞ്ഞ ഫീച്ചർ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഡിസിഷൻ ട്രീയുടെ ട്രീ വേറൊരു ഡിസിഷൻ ട്രീ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഫസ്റ്റ് ഫീച്ചർ ഗീവ്സ് ബർത്ത് എടുത്തിരിക്കുന്നു റൂട്ടിൽ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിസിഷൻ ട്രീ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇഫ് യു ടേക്ക് അക്വാറ്റിക് ആസ് എ ഇനിഷ്യൽ ഫീച്ചർ ഫോർ സെലക്ഷൻ, യു വിൽ ഗെറ്റ് എ ഡിഫറെന്റ് tree. അതാണ് പറയുന്നത്. The tree also will change. ഇനി the classification tree for a large data set. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഒരു 10 എക്സാമ്പിൾ ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. The classification tree for a large data set with lot of features will be complex.
അപ്പോൾ ഫീച്ചേഴ്സിന്റെ എണ്ണം കൂടുതലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ട്രീ ആണെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ ട്രീ കോംപ്ലക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാര്യം നമുക്ക് ഓരോ ഫീച്ചർ വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ that will become a big hierarchical tree. So in such cases it is not advisable to construct all branches and leaf nodes of the tree. And അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയാകുമ്പോൾ നമ്മൾ എല്ലാ ലീഫ് നോട്ട്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല. കാര്യം എണ്ണം ഇപ്പൊ എക്സാമ്പിൾസിന്റെ എണ്ണം കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഒരു 1 lakh എക്സാമ്പിൾസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ ട്രീനെ ഫുൾ അതിനകത്ത് ഒരു 20-30 ഫീച്ചേഴ്സ് ഉള്ള ഒരു വലിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾ ദ എക്സാമ്പിൾസ് നമ്മൾ എവിടം വെച്ച് നിർത്തുന്നു? നമ്മൾ ട്രീ ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു അൺടിൽ ആ ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റ സെറ്റിൽ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് വരുന്നത് വരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ there are no remaining features to distinguish between examples. എക്സാമ്പിൾസ് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേറെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ട്രീ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ അത്രയും ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം. ദാറ്റ് ഈസ് ഫോർ ദി കേസ് ഓഫ് എ ലാർജ് ഡാറ്റ സെറ്റ്. ഇനി ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സ് ഇൻ ഡിസിഷൻ ട്രീ. ഒരു ഡിസിഷൻ ട്രീയിൽ ഫീച്ചർ സെലക്ഷൻ എങ്ങനെയാണ് ഒരു ഫീച്ചർ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ റാൻഡം ആയിട്ട് ഫസ്റ്റ് ഫീച്ചർ എടുത്തു, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു, പിന്നെ ആ ക്ലാസിഫൈ എടുത്ത ആ ഒരു ടേബിൾ എടുത്തു, പിന്നെ അതിനകത്ത് സെക്കൻഡ് ഫീച്ചർ എടുത്തു, ക്ലാസിഫൈ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരു ചില വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യണം ഓരോ ഫീച്ചേഴ്സിനും. ആ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് വേണം ഏത് ഫീച്ചർ ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. So the important problem in implementing the decision tree algorithm is deciding which features are to be considered as the root node and at each level that results in better accuracy. അപ്പൊ നമുക്ക് ഒരു ഡിസിഷൻ ട്രീ ചുമ്മാ ക്രിയേറ്റ് ചെയ്താൽ പോരാ. ആ ഡിസിഷൻ ട്രീ വെച്ച് നമ്മളൊരു പുതിയ വാലിഡേഷൻ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ എക്സാമ്പിൾ കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ അക്യുറസി കറക്റ്റ് ആയിട്ട് കിട്ടണം. അക്യുറസി ബെറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ എന്താണ്? ഫീച്ചർ സെലക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഫീച്ചർ എടുത്തു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ആ സ്പ്ലിറ്റ് ചെയ്ത ടേബിളിനകത്ത് സെക്കൻഡ് ഫീച്ചർ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് നമ്മളൊരു കൃത്യമായ ഒരു പർട്ടിക്കുലർ ഒരു ഫീച്ചർ സെലക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ നല്ല അക്യുറസി ഉള്ള ഒരു ഡിസിഷൻ ട്രീ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. So the relative importance of each features can be determined by assigning numerical values to features by using certain methods. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക, ഈ ഓരോ ഫീച്ചറിനും നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യും. ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are some methods. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞ ഒരു മെട്രിക് ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻഫർമേഷൻ ഗെയിനിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഇത് ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ വാല്യൂസ് അസൈൻ ചെയ്യാം. ഓക്കെ, ഈ വാല്യൂസ് മാക്സിമം വരുന്ന വാല്യൂസ് ആയിരിക്കും നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വേണ്ട എന്താണ്? ഡിസിഷൻ ട്രീ വിത്ത് വെരി ലോ അക്യുറസി ലോ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ഓരോ ഫീച്ചറിനും ഒരു ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്യും? ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പറയാൻ പറ്റും ഓരോ ഫീച്ചറിനും ആ ഫീച്ചറിന് ഇമ്പോർട്ടൻസിനനുസരിച്ച് ഒരു വെയിറ്റ് അസൈൻ ചെയ്യാണ്. ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് വി ആർ അസൈനിങ് സം വെയിറ്റ്സ്. ആ വെയിറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം? ദർ ആർ 2 മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സ്. ആ വെയിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള 2 ഫോർമുലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻഫർമേഷൻ ഗെയിനും ജിനി ഇൻഡെക്സും. ഈ 2 ഫോർമുല ഉപയോഗിച്ച് ഇതിലേതെങ്കിലും പല ഡിസിഷൻ ട്രീ അൽഗോരിതം എന്താ ചെയ്യുന്നത്? ഈ വാല്യൂസ് കണ്ടുപിടിക്കും. ഓരോ ഫീച്ചർ അല്ലെങ്കിൽ ഓരോ ആട്രിബ്യൂട്ട്സിനെ ഒരു ഡാറ്റാ സെറ്റിന്റെ ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആ ഡാറ്റാ സെറ്റിന്റെ ഓരോ ആട്രിബ്യൂട്ടിന്റെയും ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കും. ആ ഇൻഫർമേഷൻ ഗെയിനിൽ ഏറ്റവും മാക്സിമം വരുന്ന ഇൻഫർമേഷൻ ഗെയിൻ ഏത് ആട്രിബ്യൂട്ടിനാണ് വരുന്നതെന്ന് നോക്കുന്നു. ആ ആട്രിബ്യൂട്ട് ആയിരിക്കും ആദ്യമേ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ അൽഗോരിതം. അതുപോലെ തന്നെ ജിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ദാറ്റ് ഈസ് അഗൈൻ എ മാത്തമാറ്റിക്കൽ ഫോർമുല. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇനി ഫർദർ വീഡിയോസിൽ പറയുന്നതായിരിക്കും.
ആ മാത്തമാറ്റിക്കൽ ഫോർമുല അതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ജിനി ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗെയിനും കണ്ടുപിടിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ ട്രീനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം, എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഗെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു ഓരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സിനും ഒരു വാല്യൂസ് അസൈൻ ചെയ്യുന്നത് ഇൻഫർമേഷൻ ഗെയിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് കോൾഡ് ആസ് എൻട്രോപ്പി. എൻട്രോപ്പി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എൻട്രോപ്പി എന്ന് പറഞ്ഞതിന്റെ ഒരു വാല്യൂ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഷുഡ് നോ ദ എൻട്രോപ്പി ഓഫ് ദ ഡാറ്റാ സെറ്റ്. എൻട്രോപ്പി ഓഫ് ദ ഡാറ്റാ സെറ്റ് അതിന്റെ ഫോർമുലയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ എൻട്രോപ്പി ഓഫ് എ ഡാറ്റാ സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. So the degree to which a subset of examples contains only a single class is known as purity, and any subset composed of only a single class is called as a pure class. Okay, നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡാറ്റാ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റാ സെറ്റിനകത്ത് 2 ക്ലാസ് ലേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ അതിനകത്ത് ആ ക്ലാസ് ലേബിൾസിനെ ഏതെങ്കിലും ഒരു ഫീച്ചറിനെ ഉപയോഗിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ടേബിളിനകത്ത് എല്ലാ എക്സാമ്പിൾസും ആ സബ് ടേബിളിന്റെ എല്ലാ എക്സാമ്പിൾസും ഒരു സിംഗിൾ ക്ലാസ് ആണ്. രണ്ടാമത്തെ സബ് ടേബിളിലുള്ള എല്ലാ എക്സാമ്പിൾസും ഈ 2 ക്ലാസ്സിലും പെടുന്ന ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്യുവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് ടേബിളിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് അല്ലെങ്കിൽ മെയിൻ ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്തത്, അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് എല്ലാം ഒരേ ക്ലാസ്സിൽ വരുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പ്യുവർ ക്ലാസ്. ഓക്കെ, അപ്പൊ പ്യുവർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സബ്സെറ്റ്, the degree to which a subset of examples contains only a single class is known as purity. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ഒരു സിംഗിൾ ക്ലാസ് ആണെങ്കിൽ that is more pure. ഇപ്പൊ ഫുൾ എക്സാമ്പിൾസ് ഒരേ ക്ലാസ്സിൽ വരുന്നതാണെങ്കിൽ that is 100% പ്യുവർ ക്ലാസ് എന്ന് പറയാം. ഇനി എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പി is a measure of impurity in a data set. ഒരു ഡാറ്റ സെറ്റിനകത്ത് ഇംപ്യൂരിറ്റി എത്രയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ഇംപ്യൂരിറ്റിയുടെ ഒരു മെഷർ കണ്ടുപിടിക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് മെഷേഴ്സ് ദ ഇംപ്യൂരിറ്റി ഇൻ എ ഡാറ്റ സെറ്റ്. അതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡാറ്റ സെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 5 ക്ലാസ്സസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണ്. 5 ക്ലാസ്സിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് കിട്ടുന്ന ഡാറ്റ സെറ്റിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 എക്സാമ്പിൾസ് ഉള്ള ഡാറ്റ സെറ്റിനെ ഞാൻ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നിനകത്ത് 80 എക്സാമ്പിൾസ്, ഒന്നിനകത്ത് 20 എക്സാമ്പിൾസ്. ഈ 20 എക്സാമ്പിൾസ് ഉള്ള ഡാറ്റ സെറ്റ് എല്ലാം ഒരേ ക്ലാസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ പ്യുവർ ക്ലാസ്. ഇനി 80 എക്സാമ്പിൾസ് ഉള്ള ഡാറ്റ സെറ്റിനകത്ത് ഈ 4 ക്ലാസ്സസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ദാറ്റ് ഇസ് ആൻ ഇംപ്യുവർ ക്ലാസ്. അതിന്റെ മെഷർ ഓഫ് ഇംപ്യൂരിറ്റി എന്താണെന്ന് ഒരു ഡാറ്റ സെറ്റിന്റെ കണ്ടുപിടിക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്ന അതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ എൻട്രോപ്പി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയാം. കൺസിഡർ എ സെഗ്മെന്റ് എസ് ഓഫ് എ ഡാറ്റ സെറ്റ് ഹാവിംഗ് സി നമ്പർ ഓഫ് ക്ലാസ് ലേബിൾസ്. അപ്പൊ നമ്മൾ ഒരു ഡാറ്റ സെറ്റിനകത്ത് സി നമ്പർ ഓഫ് ക്ലാസ് ലേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലാസ് ലേബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യെസ് നോ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എത്ര ക്ലാസ് ലേബിൾസ് ഉണ്ടായിരുന്നു? നേരത്തെ നമ്മൾ ഡിസിഷൻ ട്രീയുടെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിനകത്ത് 5 ക്ലാസ് ലേബിൾസ് ആണ് ഉണ്ടായിരുന്നത്. 10 എക്സാമ്പിൾസ് ആൻഡ് 5 ക്ലാസ് ലേബിൾസ്. ഏതൊക്കെയായിരുന്നു? ആംഫീബിയൻ, ഫിഷ്, reptiles, birds and mammals. 5 ക്ലാസ്സസ് ആണ് ഉള്ളത്. അപ്പോൾ C is the number of class labels. നേരത്തെ ഡാറ്റ സെറ്റ് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ there are 5 class labels for the data set. And let Pi be the proportion of examples in S having the ith class label. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡാറ്റ സെറ്റിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ സെറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 10 എക്സാമ്പിൾസ് ഉണ്ട്. അതിനകത്ത് 3 എക്സാമ്പിൾസ് ആംഫീബിയൻ ആണ് അതിന്റെ ഔട്ട്പുട്ട് ക്ലാസ് എങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ എന്താണ്? 3 out of 10 ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഈസ് ആംഫീബിയൻ. 2 എക്സാമ്പിൾസ് ബേർഡ്സ് ക്ലാസ് ഉണ്ടെങ്കിൽ 2 out of 10 ഈസ് ദി ബേർഡ്സ് ക്ലാസ്. അപ്പൊ 2 out of 10 എന്ന് പറയുന്നതാണ് അതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് ബേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കും? എൻട്രോപ്പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to c മൈനസ് പി ഐ log to the base 2 pi. pi എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ക്ലാസ്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ
ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ നമ്മൾ 5 ക്ലാസ് ലേബൽ ഉണ്ട്. അപ്പൊ സിയുടെ വാല്യൂ എന്താണ് 5 ആണ്. അപ്പോൾ ഓരോ ക്ലാസ്, ഫോർ എക്സാമ്പിൾ ഫിഷ് എന്ന് പറഞ്ഞ ക്ലാസ്, മാമൽ എന്ന് പറഞ്ഞ ക്ലാസ്, ആംഫീബിയൻ എന്ന് പറഞ്ഞ ക്ലാസ്, ബേർഡ്സ് എന്ന് പറഞ്ഞ ക്ലാസ്, റെപ്റ്റൈൽ എന്ന് പറഞ്ഞ ക്ലാസ്, ഈ ഓരോ ക്ലാസ്സിലുള്ള എക്സാമ്പിൾസിന്റെയും പ്രൊപ്പോർഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ പ്രൊപ്പോർഷന് നെഗറ്റീവ് ഓഫ് ദാറ്റ് പ്രൊപ്പോർഷൻ മൾട്ടിപ്ലൈഡ് ബൈ ലോഗ് ടു ദ ബേസ് 2 ഓഫ് ദാറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ സം ആണ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് കോൾഡ് ആസ് എൻട്രോപ്പി ഓഫ് ദി ഡാറ്റ സെറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് കാര്യം നമ്മൾ പറയാം. ഞാൻ ഇന്നത്തെ എക്സാമ്പിൾ പറയുന്നു. Let the data segment S has only 2 class labels, yes and no. അപ്പൊ C യുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. If P is the proportion of examples having label S, and then the proportion of example having label no will be 1 minus P. In this case, entropy S is given by minus P is the proportion into log 2 of P minus 1 minus P is the proportion of the other class into log to the base 2 of 1 minus P. ഇപ്പൊ 100 എക്സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 40 എക്സാമ്പിൾസ് ഒരു ക്ലാസ് എസ് ആണെങ്കിൽ 60 എക്സാമ്പിൾസ് രണ്ടാമത്തെ ക്ലാസ്സിലുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എൻട്രോപ്പി ഓഫ് എസ് എന്ന് ആ സെറ്റിന്റെ, ആ ഡാറ്റ സെറ്റിന്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? 40/60 is the proportion of the first class, and 40/100 is the proportion of the first class, and 60/100 is the proportion of the second class. So first class is equal to minus 40/100 into log to the base 2 of 40/100 minus 60/100 into log to the base 2 of 60/100. So ഇതിന്റെ രണ്ടിന്റെയും ഇതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. So let us calculate the entropy. So ഈ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ എടുക്കാം. ഈ ഡാറ്റ സെറ്റിൽ എത്ര ഔട്ട്പുട്ട് ക്ലാസ് ഉണ്ട്? 5 ഔട്ട്പുട്ട് ക്ലാസ് ഉണ്ട്. മാമൽ, റെപ്റ്റൈൽ, ഫിഷ്, ആംഫീബിയൻ, ബേർഡ്. ഓക്കെ, ഇപ്പൊ നമ്മള് what is the proportion of mammal? ഈ 10 എക്സാമ്പിൾസിൽ എത്ര അടുത്ത് മാമൽ ഉണ്ട്? 1, 2. So the proportion of mammal is 2/10. ഇനി റെപ്റ്റൈൽ എത്ര എണ്ണം ഉണ്ട്? ഒരു എക്സാമ്പിൾ മാത്രമേ ഔട്ട്പുട്ട് ക്ലാസ് റെപ്റ്റൈൽ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ എന്താണ്? 1 out of 10 is the proportion of reptile. എത്ര അടുത്ത് ഫിഷ് ഉണ്ട്? ഫിഷ് 2 എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ 2 out of 10 is the proportion of fish. ആംഫീബിയൻ എത്ര അടുത്തുണ്ട്? 3 അടുത്തുണ്ട്. 1, 2, 3. So 3 out of 10 is the proportion of amphibian. ഇനി അടുത്തത് ബേർഡ് നോക്കുക. എത്ര അടുത്ത് ബേർഡ് ഉണ്ട്? 2 അടുത്താണ് ബേർഡ് ഉള്ളത്. So 2 out of 10 is the proportion of bird. അപ്പോൾ പ്രൊപ്പോർഷൻ കിട്ടി കഴിഞ്ഞാൽ മൈനസ് പ്രൊപ്പോർഷൻ ഇൻടു ഓഫ് ഈച്ച് ക്ലാസ് മൾട്ടിപ്ലൈഡ് ബൈ log to the base 2 of that proportion will give you, എന്നിട്ട് അതിന്റെ എല്ലാ ക്ലാസിന്റെ സം കണ്ടുപിടിക്കുമ്പോൾ you will get the entropy. ഈ entropy എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. Number of examples with the class amphibian is 3, bird 2, fish 2, mammal 2, reptile 1. Total number of examples is 1. Entropy formula നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മൈനസ് പി ഓഫ് proportion of amphibian is 3/10 into log to the base 2 of 3/10 minus proportion of bird is 2/10 into log to the base 2 of 2/10 minus 2/10 is the proportion of fish into log to the base 2 of 2/10. And ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ you will get a value of 2.2464. This is the entropy value for the data set in this particular table. അപ്പൊ ഇങ്ങനെ നമുക്ക് എൻട്രോപ്പി വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. ദിസ് ഈസ് അനദർ സബ് ടേബിൾ. ഇതിന്റെ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനകത്ത് എത്ര ഔട്ട്പുട്ട് ക്ലാസ് ഉണ്ട്? മാമൽ ഉണ്ട്, ബേർഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്. അതിനകത്ത് സിയുടെ വാല്യൂ 3 ആണ്. പ്രൊപ്പോർഷൻ ഓഫ് മാമൽ എന്ന് പറഞ്ഞാൽ 2 എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 4. 2/4 is the proportion of mammal, 1/4 is the proportion of bird, 1/4 is the proportion of fish. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1/4 log to the base 2 of 1/4 minus 1/4 into log to the base 2 of 1/4 minus 2/4 into log to the base 2 of 2/4. So we will get the entropy value as 1.5. Similarly, you can find out the entropy of this particular thing. ഇതിനകത്ത് എത്ര ഔട്ട്പുട്ട് ക്ലാസ് ഉണ്ട്? റെപ്റ്റൈൽ, ഫിഷ്, ആംഫിബിയൻ, ബേർഡ്. സിയുടെ വാല്യൂ 4 ആണ്. നമ്പർ ഓഫ് ക്ലാസസ് വിത്ത് ആംഫിബിയൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. നമ്പർ ഓഫ് ക്ലാസസ് വിത്ത് ബേർഡ് എന്ന് പറഞ്ഞാൽ 1 എണ്ണമാണ്. ദിസ് ഈസ് നമ്പർ ഓഫ് ക്ലാസസ് വിത്ത് ഫിഷ് എന്ന് പറഞ്ഞാൽ 1 എണ്ണമാണ്. ദിസ് ഈസ് ദ ഓൺലി തിങ്. നമ്പർ ഓഫ് എക്സാമ്പിൾസ് വിത്ത് ക്ലാസ് ലേബൽ റെപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. Total number of examples എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6. There are 6 examples. So total number of examples is 6.
So again, you can apply this formula for each. Minus P ampere is the proportion of amphibian, minus P bird is the proportion of bird, minus P fish is the proportionation of fish, and P reptile is the proportion of reptile. ഇത് ഉപയോഗിച്ച് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ you will get the entropy of that particular data set as 1.7925. So in this way you can calculate the entropy of any subset of the table or any main table. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിക്കും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ എൻട്രോപ്പി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഓരോ ആട്രിബ്യൂട്ടിന്റെയും ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് അടുത്ത ഇതിനകത്ത് പറയുന്നത്. സോ വി വിൽ സീ. താങ്ക് യു ഫോർ ഓൾ ആൻഡ് ലെറ്റ് us watch the next video. Next video will give you how to calculate the information gain as well as Gini index by using the entropy measure that we have discussed already. So that's all for today's video. Thank you all of you.